ഹലോ ഗൈസ്. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. ഇന്ന് ഫെബ്രുവരി 4 ഞങ്ങളെ മാരേജ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇത് ഞങ്ങളെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പപ്പയും അമ്മയും സിസ്റ്ററും അമ്മമ്മയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആഷിൻ്റെ ഫാമിലിയിൽ ആഷിൻ്റെ അച്ഛനും അമ്മ, ബ്രദർ, പിന്നെ പാപ്പന്മാരെ ഫാമിലീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്കെല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഞാനും ഇഷ്ടമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയായിരുന്നു, വായോ നമുക്ക് കേക്കൊക്കെ കഴിപ്പിച്ച് തായോ എന്ന്. അങ്ങനെ എൻ്റെ സിസ്റ്റർ ഷൈ ആയി നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് അവൾ വന്നു പിന്നെ ബാക്കി എല്ലാവരും വന്നു. പപ്പ, അമ്മ, അച്ഛനമ്മ, പാപ്പന്മാരും മേമ്മമാരും കസിൻസും എല്ലാവരും വന്നു. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു ഗൈസ് ആ ഒരു മൊമെൻറ്റ്സൊക്കെ. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ പപ്പ. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഉണ്ണിക്കുട്ടനായിരുന്നു. ഉണ്ണി എന്ന് പറയുന്നവരെ വളരെ ചെറിയ കസിനാണ്. എനിക്ക് ഇവരെ കസിൻസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഉണ്ണിക്കുട്ടനാണ്. ഇതാണ് ഗൈസ് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ അശ്വന്തേട്ടന് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ പാൻറ്റും ഷർട്ടും ആയിരുന്നു ഗിഫ്റ്റായിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അവൻ എനിക്കൊരു ഗോൾഡ് റിംഗ് ആണ് ഗൈസ് ഗിഫ്റ്റായിട്ട് തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ ആയിരുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ അമ്മമ്മയും സിസ്റ്ററും ഒക്കെ ഗിഫ്റ്റ് തന്നു. എനിക്കെൻ്റെ അമ്മമ്മ ഗിഫ്റ്റ് തന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. പിന്നെ നമുക്ക് പ്രവീണേട്ടൻ ആഷിൻ്റെ ബ്രദറാണ്, എൽഡർ ബ്രദറാണ്. അപ്പം അവരുടെ മോളായിരുന്നു നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പപ്പേൻ്റെ അമ്മേൻ്റെ കൂടെയും ആഷിൻ്റെ അമ്മേൻ്റെ കൂടെയും അപ്പന്മാരും ഏട്ടന്മാരൊക്കെ കൂടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ശേഷം പിന്നെ ഫുൾ ചില്ലിങ് ടൈം ആയിരുന്നു. ഇതാണ് റിഷിത്ത്, കസിനാണ് ആഷിൻ്റെ. അവനാണ് കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തത്. പിന്നെ നമ്മൾ ആനിവേഴ്സറി ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കിയത് ഇവൻ തന്നെയായിരുന്നു ഗൈസ്. പിന്നെ എല്ലാവരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ താഴേക്ക് ഞാൻ പോയപ്പോഴാണ് അച്ഛനും പിന്നെ നവനി പാപ്പനും ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടത്. മുകളിലേക്ക് കയറിയപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര കഥ പറച്ചിലായിരുന്നു ഗൈസ്. എൻ്റെ അമ്മയും മേമ്മമാരും അമ്മമ്മയും ചേച്ചിയും എല്ലാവരും, പിന്നെ കസിൻസ് വേറൊരു സൈഡിൽ. അപ്പോൾ അവരുടെ കഥയൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറി നിന്നു. സംസാരിച്ച് സമയം പോയത് സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല ഗൈസ്. പിന്നെ ഒരുപാട് ലേറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പയ്ക്കും അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ പോകാനുള്ളതാണല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ പപ്പേൻ്റെയും അമ്മേൻ്റെയും സിസ്റ്ററൊക്കെ കൂടി ഒന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അവർക്ക് വേഗം ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി ഓർഡർ ചെയ്തതായിരുന്നു. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പപ്പയും അമ്മയും പിന്നെ ഞാൻ അശ്വന്തേട്ടനും ഞങ്ങൾക്ക് വീട്ടിൽ കിഡ്സൊക്കെ മുകളിൽ പോയി ഓപ്പൺ ചെയ്തു. ഡ്രസ്സും പിന്നെ ഫോട്ടോ ഫ്രെയിംസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഫ്രെയിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൈസ് കിട്ടിയതിൽ. ഞങ്ങൾ എൻഗേജ്മെൻറ്റ് മുതലുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിൽ. നല്ല രസമുണ്ടായിരുന്നു കൊളാഷായിട്ട് ചെയ്തത്. അപ്പം നമ്മൾ ആനിവേഴ്സറി വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു ഗൈസ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം ബൈ.